ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാനാണ്. ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാം. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എന്തായാലും ഈ ജില്ലന്റെ കളക്ടറൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയില്ലേ? ഒരു നാളെ കോഴിക്കോട് ജില്ലയിൽ മഴ കൊണ്ട് സ്കൂളില്ല, അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ മഴ കാരണം സ്കൂളില്ല, അങ്ങനെയൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റിന് ഒരു വിലല്ലേ? ഇമ്പോർട്ടന്റ് എന്ന സാധനത്തിന് എങ്ങനെ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വന്നാണ് ചെള്ളൊക്കെ തന്നിനി ഇവിടുത്തെ ഇമ്പോർട്ടന്റിന് വില കളയാനായിട്ട് ഓരോന്ന് ഫിൽറ്റർ ഇട്ട് ഇറങ്ങിക്കോളും. ഇത് എന്താ മറ്റേ ഫിലിപ്പീൻസിലുള്ളതാണ്. എന്താ ഫിൽറ്റർ ഒന്ന് മാറ്റിയാണ് ധൈര്യം ഫിൽറ്റർ ഇല്ലാതെ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ. ഇത് ഇമ്പോർട്ടന്റ് അല്ല. ഇവനെ കൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. ഇവൻ എന്റെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാ എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തെന്ന് എനിക്കും അറിയാം. നമുക്ക് ഓളെ വീഡിയോ ഞാൻ എന്തിനാ റിയാക്ട് ചെയ്തെന്നുള്ളതിന്റെ ബ്ലോക്ക് ബസ്റ്റർ കുറച്ച് ഭാഗങ്ങൾ ഒന്നും കൂടി കണ്ടോക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അതേമാതിരി പറഞ്ഞു നോക്കാം. ഓക്കെ, കുട്ടി ഞാൻ എന്തിനാ കളിയാക്കിയെന്ന് നമ്പർ 1 ഇങ്ങോട്ട് വേണോ? തരൂല. ഞാൻ അടുത്ത് നമ്പർ 2. ഹായ് നല്ല മണം. ഇത് പട്ടിയാണല്ലേ പോലീസ് തായാണ് കേട്ടോക്കെ മണത്ത് നോക്കാൻ. പിന്നെ ബിരിയാണിക്ക് പിന്നെ മണല്ലാതെ പിന്നെന്താ? മൂന്നാമതായിട്ട് ഞാൻ കളിയാക്കാൻ കാരണതാണ് കൊതി കൂടാനല്ലേ. എന്താ ലാസ്റ്റ് ആ സൗണ്ട് കൊണ്ടുവന്നാണ് എനിക്ക് സൗണ്ട് ഭയങ്കര ഇഷ്ടം. ഒന്നും കൂടി ഉണ്ടാക്കിയോ പ്ലീസ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്റെ ടെറസിന്റെ മേലിന് ഈ പട്ടിക്കുട്ടികൾ അടി കൂടെ പോകുമ്പോൾ മേലേക്ക് കല്ലിട്ടുണ്ടെങ്കിൽ അതേമാതിരി ഒരു സൗണ്ട്, അങ്ങനെ ഒരു സൗണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മളെ കേരളക്കാരുടെ പ്രശ്നമാണ്. എന്താ റീൽ ഇങ്ങനെ കാണീന്റെ അടുക്ക് കൊതി കൂടാനല്ലേ ഇതേമാതിരി ഓരോ സാധനങ്ങൾ വന്നാൽ നമുക്ക് എളി കയറൂലേ? ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തീർത്തിച്ചാൽ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് ഇജ് വെറുതെ അയച്ചിരുന്നുള്ള കുറ്റം പറഞ്ഞിട്ടോ. ഞാൻ പിന്നെ എന്നെ കുറിച്ചുള്ള വീഡിയോ അങ്കല്ലാതെ പിന്നെ ഹണി റോസിന് അയക്കാൻ പറ്റും അല്ല? പിന്നെ എന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒപ്പും വാർഡ് മെമ്പർ ഒരു സീലും പിന്നെ എന്നിട്ട് അവിടുത്തെ TTDC വഴി അങ്കാണ്ട് അയച്ചു എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഉച്ചാരം മറ്റേ ഉസാമ ബില്ലാദിന്റെ മോളല്ല.